പണ്ടുകാലത്തെ അവഗണനയിൽ നിന്നും ഇന്നൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയ ആ കുളം ആളുകളെ ആകർഷിക്കുന്നത് അതിശയകരമാണ്. ചുറ്റും മലകളും പച്ചപ്പു നിറഞ്ഞ വയലുകളും കുന്നിൻ ചരിവുകളും ഒക്കെ ചേർന്ന് ഈ കുളത്തിനൊരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. റീൽസ് എടുക്കാനും കുളിക്കാനും എത്തുന്നവരുടെ തിരക്കും ഉള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇന്നത്തെ തിരക്കുപിടിച്ച ജീവിതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു അക്കാലത്തെ ജീവിത രീതികൾ. പ്രകൃതിയോട് ഇണങ്ങി കഠിനമായ ജോലികൾക്കു ശേഷം ആ കുളങ്ങളിൽ ഇറങ്ങുന്നതും പരസ്പരം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതുമൊക്കെ ഒരു പ്രത്യേക സുഖം നൽകിയിട്ടുണ്ടാകും. പണ്ട് കാലങ്ങളിൽ മഴക്കാലത്ത് തോട്ടിലും കുളത്തിലുമൊക്കെ മീൻ പിടിക്കുക എന്നത് ഒരു വലിയ സന്തോഷമായിരുന്നു. പ്രത്യേകിച്ച് തോടുകളിൽ വെള്ളം നിറഞ്ഞൊഴുകുമ്പോൾ വള്ളികൾ ഉപയോഗിച്ചോ കൈകൊണ്ടോ ഒക്കെ മീൻ പിടിച്ചിരുന്നു. മഴക്കാലത്ത് പുതിയ വെള്ളത്തിലൂടെ മീനുകൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നത് സാധാരണമാണ്, ഭക്ഷണം തേടിയും മുട്ടയിടാനുമൊക്കെ. ആ കാലഘട്ടത്തിൽ കൃഷിയിടത്തിൽ പണിയെടുക്കുമ്പോൾ അവർ കഴിച്ചിരുന്ന ഭക്ഷണം വളരെ ലളിതമായിരുന്നു. ഉപ്പിലിട്ട മാങ്ങയോ നാരങ്ങയോ കപ്പ പുഴുങ്ങിയത് അല്ലെങ്കിൽ ചെറിയ മീൻ വറുത്തതോ ഒക്കെ ആയിരിക്കും ഉച്ചഭക്ഷണമായി കരുതുന്നത്. ഊർജം നിലനിർത്താൻ നാടൻ കഞ്ഞിയും പ്രധാന പങ്കു വഹിച്ചിരുന്നു. ഇനി ജോലി ചെയ്യുമ്പോൾ പാട്ടുപാടിയിരുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും കൂടെ ഉണ്ടായിരുന്നവരിലേക്ക് ഊർജം പകരാനും സഹായിച്ചിരുന്നു. വഞ്ചിപ്പാട്ടുകൾ, നാടൻ പാട്ടുകൾ, അങ്ങനെ പലതരം വരികളാണ് അവർ പാടിയിരുന്നത്. പണ്ടുകാലത്തെ കൃഷിയെക്കുറിച്ച് കൂടുതൽ പറയാം. അന്ന് ട്രാക്ടറുകൾക്ക് പകരം കന്നുകാലികളെയായിരുന്നു നിലമുഴുതാൻ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. കാളകളെ ഉപയോഗിച്ച് കണ്ടം പൂട്ടുന്നത് വളരെ ശ്രദ്ധ വേണ്ടുന്ന പണിയായിരുന്നു. നെൽകൃഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാറ് നടുന്നതും പിന്നീട് നെല്ല് കൊയ്യുന്നതുമൊക്കെ ആളുകൾ ഒന്നുകൂടി കൂടി നിന്ന് ചെയ്തിരുന്ന ആഘോഷം പോലെയായിരുന്നു. എല്ലാവരും പാട്ടും ബഹളവുമായി ഒത്തുകൂടുന്ന ആ സമയം പഴയ തലമുറയ്ക്ക് വളരെ സന്തോഷം നൽകിയിരുന്ന ഒന്നായിരുന്നു. പണ്ടുകാലത്ത് പാവപ്പെട്ട ആളുകൾ അവരുടെ വീടുകൾ നിർമ്മിക്കാൻ കൂടുതലായി ആശ്രയിച്ചിരുന്നത് പ്രകൃതിയിൽ നിന്ന് ലഭ്യമായ വസ്തുക്കളെയായിരുന്നു. മണ്ണും മുളയും ഓലയും ഒക്കെയാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. മൺകട്ടകൾ കൊണ്ടുള്ള ചുമരുകൾ കളിമണ്ണും ഉമി അല്ലെങ്കിൽ വൈക്കോലും ചേർത്ത് കുഴച്ചെടുത്താണ് ഉണ്ടാക്കിയിരുന്നത്. വീടിന്റെ മേൽക്കൂര മിക്കവാറും തെങ്ങിനോലയോ പനയോലയോ കൊണ്ടാണ് മേഞ്ഞിരുന്നത്. ഈ വീടുകളുടെ കെട്ടുറപ്പ് പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഉപയോഗിച്ചിരുന്ന തടിയുടെ ഉറപ്പിനെ ആയിരുന്നു. കൃത്യമായി പരിപാലിച്ചാൽ ഇവ തലമുറകളോളം നിലനിന്നിരുന്നു. പണ്ടുകാലത്തെ അടുക്കളകൾ ഇന്നത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. അന്ന് പ്രധാനമായും മൺപാത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കളിമണ്ണിൽ തീർത്ത മീൻചട്ടികളും മറ്റു കറിച്ചട്ടികളും. അരി ആട്ടാനും മറ്റും ഉരലും ഉലക്കയും ഉപയോഗിച്ചിരുന്നു. അതുപോലെ മസാലകളും തേങ്ങയും അരയ്ക്കാൻ അരകല്ലും മില്ലുകല്ലും ഉപയോഗിക്കുന്ന രീതിയായിരുന്നു. പണ്ടത്തെ ഈ പാത്രങ്ങളും ഉപകരണങ്ങളും ഭക്ഷണത്തിനൊരു പ്രത്യേക രുചിയും മണവും നൽകിയിരുന്നു. വയലുകളിൽ ധാന്യങ്ങൾ തിന്നാനെത്തുന്ന പക്ഷികളിൽ പ്രധാനപ്പെട്ടവയാണ് തൂക്കണാങ്കുരുവികളും മുനിയകളും. അതുപോലെ തന്നെ തത്തകളും നെൽക്കതിരുകൾക്ക് വലിയ ഭീഷണിയാകാറുണ്ട്. കൊക്കുകളെയും വയലുകളിൽ ധാരാളമായി കാണാമെങ്കിലും അവ സാധാരണയായി നെൽക്കതിരുകളല്ല, മറിച്ച് വയലിലെ കീടങ്ങളെയാണ് ഭക്ഷണമാക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.